السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയത്തുൽ കുർസിയാണ് കുറച്ച് ദിവസങ്ങളിൽ ചർച്ചക്കെടുക്കുന്നത്. അത് ഹദീസിൽ അത് വന്നതുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് ആയത്തുൽ കുർസി ഒരാള് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കുകയും അതിന്റെ ആദർശത്തിലേക്ക് ആണ്ടുപോവുകയും ചെയ്താൽ അവൻ അല്ലാഹുവല്ലാതെ പേടിക്കൂല. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ചില ആളുകൾ ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങേണ്ട ആളില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾ കൊടുക്കൂല. സക്കാത്ത് ഞങ്ങൾ കൊടുക്കൂല എന്ന് പറയുമ്പോ അത് ഈ പാർട്ടിയിൽപ്പെട്ട ആളുകളായിരിക്കുമല്ലോ നാമത്തിലെങ്കിലും പറയുന്നത്, അല്ലാതെ പുറത്തുള്ള ആളുകൾക്കോ സക്കാത്തില്ല. അപ്പോഴാണെങ്കിലോ സങ്കീർണമായ അവസ്ഥ നിലനിൽക്കുന്ന സമയം. ആ സമയത്ത് ശ്രദ്ധിക്കുന്നവർ പറയും, അവര് തന്നില്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ട് ഞാൻ വാങ്ങുന്ന. എന്താണ് അക്കാര്യത്തിൽ? കുറെ ആളുകൾ ഒന്ന് പറഞ്ഞു നോക്കി, ഇപ്പൊ നമ്മ ഇടയിൽ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലും പ്രശ്നമില്ലാതെ ഒന്നും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടല്ലേ. നിങ്ങളില്ലെങ്കിൽ വലോ കുന്തു വഹദി, ഞാൻ ഒറ്റക്ക് യുദ്ധം ചെയ്യും, സക്കാത്തവരോട് ഞാൻ വാങ്ങുന്നു. യാ അല്ലാഹ്, അതിന്റെ ഒരു പൊടി അംശം ഇന്ന് അറബ് രാഷ്ട്ര നേതാക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. സമകാലിക വിഷയം 2 ദിവസം ഇതുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും ഓരോ അറബ് രാജ്യങ്ങളിലേക്ക് മിസൈല് വന്നപ്പോഴുള്ള പ്രതികാരം മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഇറാനിലെ 100 കണക്കിന് കുട്ടികൾ, നിരപരാധികൾ, കുട്ടികൾക്ക് എന്താ മരിച്ചുപോയി, ഖാമ പറയുന്നില്ല. ഇനി ഇങ്ങോട്ട് അയച്ചാൽ വിവരം തീരുമെന്നാണ്. ഇന്ന് വരെ അമേരിക്കക്കെതിരെ പറയേണ്ട രൂപത്തിൽ ഒരു അക്ഷരം പറയുന്നില്ല. എന്താണ് സത്യത്തിലൂടെ സംഭവിക്കണം? നിങ്ങൾ ചിന്തിച്ചോക്കണം. പരിശുദ്ധ റമളാനിൽ ഒരു രാജ്യത്തേക്ക് കുതിച്ചു കയറിയിട്ട് ആ രാഷ്ട്ര തലവനെ പച്ചക്ക് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ അഹങ്കാരവും അക്രമവും ഭീഷണിയും ചോദ്യം ചെയ്യലും ലോകത്ത് ഈ ഭൂമിന്റെ മുകളിൽ ഇനി നടക്കണ്ടോ? ഓരോന്നിനൊരു മര്യാദ. മുമ്പ് ഇറാഖിന്റെ പ്രസിഡന്റിനെ കൊന്നത് വലിയൊരുന്നാട്ടോ. ഇതൊക്കെ കൂട്ടി വായിച്ചാൽ സംഗതി മനസ്സിലാവും ഇതേതാ സൈസ്. പക്ഷേ മൗനാണ്. നിങ്ങളുടെ മിസൈൽ വന്നാൽ വിവരം തീരുന്നാണ് പറയുന്നത്. ഇതാരോടാ പറയേണ്ടത്? പറയേണ്ടത് അമേരിക്കനോടാ. ഇറാനെ അറബ് രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കുന്നത് ഈ മൗനത്തിനെതിരെയുള്ള മിസൈലാണത്. എനിക്കത് ഈ അമേരിക്കൻ ക്യാമ്പിനെതിരെയുള്ള മിസൈലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മൗനത്തിനെതിരെയുള്ള മിസൈലാണ്. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ലാ ഇലാഹ, ഇലാഹ് അമേരിക്കയല്ല, ഇലാഹ് അള്ളാഹു. ഇറാഖിൻ പ്രസിഡന്റിനോടും അദ്ദേഹത്തിന്റെ ആദർശത്തിനോടും അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ പലതിനോട് പോലും കടുത്ത വിയോജിപ്പുള്ള ആളുകളാണ് നമ്മൾ. ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അന്ന അലിയും വലിയുള്ള എന്ന് പറയുന്ന ആളാണ്. അതിനോടൊക്കെ അതിശക്തമായ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ജൂതപരിശികളുടെയും ഇസ്ലാമിക ശത്രുക്കളുടെയും അജണ്ട നമ്മൾ തിരിച്ചറിയാതെ പോയത്. അതാണ് അവരുടെ ഒരു അജണ്ട ഉണ്ട്, അത് തിരിച്ചറിയാതെ പോയത്. അത് തിരിച്ചറിയാതെ വന്നാൽ ഈ ഗതി നാളെ എല്ലാ അറബ് രാഷ്ട്രങ്ങൾക്കും വരും. ഒരു സംശയം വേണ്ട, ഒരു സംശയം. ഇന്ന് സഖ്യത്തിലും മൗനത്തിലും സ്നേഹത്തിലും താവളത്തിന് വേണ്ടി സ്പേസ് കൊടുത്തുകൊണ്ടും കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഇതുപോലെ അമേരിക്ക കൊന്നിരിക്കും. ഒരു സംശയം വേണ്ട. ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽക്കുൽ അറബ് നബിയുനാ റസൂലുള്ളാഹി. നമ്മളിതൊക്കെ പറയുന്നത് ഹദീസിന്റെ കാഴ്ചപ്പാടിലാണ്, അല്ലാതെ മശിയൊക്കെ പറയും. ലാ യഖ്റുജുൽ മഹ്ദി,
ഇമാം മഹദി പുറത്തു വരൂല. ഹത്താ യസൂല മുൽക്കുൽ അറബ്, അറബ് രാഷ്ട്രങ്ങളുടെ അധികാരം നഷ്ടപ്പെടുന്നത് വരെ മഹദി വരൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് എപ്പോഴാ നഷ്ടപ്പെടുക? ഡീസന്റുള്ള വർത്താനം പറഞ്ഞിട്ടാണ് മരിച്ചിരിക്കുന്നത്. നമ്മള് അമേരിക്കയുടെ പാവകളോ അടിമകളോ അല്ലാന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണല്ലോ, നല്ലത് ആര് പറഞ്ഞാലും നല്ലത്. അല്ല, ലാസ്റ്റ് വർത്താനത്തിൽപ്പെട്ടൊരു വാക്കാണത്. ഞാൻ അദ്ദേഹത്തിന്റെ അനുയായിയോ അദ്ദേഹത്തിന്റെ ഒരു മൊഹിബൊന്നുമല്ല. കാരണം പറയില്ല, ആദർശപരമായിട്ട് നമ്മളൊക്കെ കടുത്ത വിമർശനത്തിലാണ് അവരോട്, കാരണം ഷിയാക്കളാണ്. പക്ഷെ പറഞ്ഞ വാക്ക് ആൺകുട്ടിന്റെ വർത്താനാണ്. അത് ഈ സമയത്ത് എല്ലാവരും പറയായിരുന്നെങ്കിൽ ഈ ഗതി ലോകത്ത് സംഭവിക്കില്ലായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല എന്ന് അമേരിക്കയെ നോക്കി പറയാനുള്ള ആർജവമാണ് ഇപ്പം വേണ്ടത്. ഞങ്ങൾ നിങ്ങളുടെ അടിമകളല്ല. പക്ഷെ പറയുന്നില്ല. മിസൈൽ അങ്ങോട്ട് വന്നപ്പോ പറയുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ മിസൈൽ ഇട്ടാ വിവരം അറിയുന്നു. അത് പറയണ്ട അങ്ങോട്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് കൽബിന്റെ ഉള്ളിൽ കണ്ട് കയറിയ കിട്ടാനുള്ള ഒരു കരുത്തുണ്ട്. അത് ഇല്ലാത്താണെന്ന് ലോകരാഷ്ട്രങ്ങളുടെ പിടിപ്പ് കേട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആയത്തിൽ കുറിച്ച് കൊണ്ടുള്ള ഒരു വലിയ നേട്ടം ഒറ്റ ഹദീസ് കൂടെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് തഫ്സീറിന്റെ ആഴങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. ഒറ്റ ഹദീസ്. ഔഹല്ലാഹു ഇലാ മൂസ, മൂസ അലൈഹി ഇസ്ലാമിലേക്ക് അല്ലാഹു തആല വഹി ഇറക്കി. മൻ വാളബ അല ആയത്തിൽ കുറിച്ച്. അന്ന് ഖുർആനിലെ ആയത്തിൽ കുറിച്ച് ഇല്ലെങ്കിലും അന്നത്തെ തൗറാത്തിലുള്ള ഒരു ആയത്തിൽ കുറിച്ച് അന്നുണ്ട്. ഇതേ ആശയങ്ങളുള്ള വചനങ്ങൾ തൗറാത്തിലുണ്ട്. പിന്നീട് ഖുർആനിലുള്ള കാര്യങ്ങളെ കുറിച്ച് നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ സംശയം വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വിശദീകരിച്ചത്. അല്ലാഹു തആല പറയാണ് മൂസ അലൈഹി ഇസ്ലാമിനോട്, മൻ വാളബ അല ആയത്തിൽ കുറിച്ച്. ആയത്തിൽ കുർസി എന്ന ആ ആയത്ത് ആരെങ്കിലും പാരായണം പതിവാക്കി അതിന്റെ ആളായി മാറിയാൽ, ഇനി കേട്ടോളിട്ടോ, ഇതും കൂടെ കേട്ട ആയത്തിൽ കുർസിന്റെ ആൾക്കാരായിട്ട് നമ്മൾ മാറണം. അജ്അലു ലഹു ഖൽബ ശാകിരി വലിസാന സാകിരി വസവാബൻ നബിയ്യീൻ വഅഅമാല സിദ്ദീഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ആര് ആയത്തിൽ കുർസി ഒഴിവാക്കും? ഒന്ന്, ഷാക്കിറിന്റെ കൽബ് കൊടുക്കും. ശുക്ർ എന്നത് ഏത് കാര്യത്തിലും ഉയരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഏത് കാര്യത്തിലും ഉമ്മാനോടും വാപ്പാനോടും ശുക്ർ. അനിഷ്കുർലി വലിവാലിദൈക്, ഉസ്താദുമാരോട് ശുക്ർ. ആത്യന്തികമായ ഖാലിഖായ റബ്ബിനോട് ശുക്ർ. അത് മാത്രമല്ല ഖുർആൻ പറഞ്ഞു. ഖുർആൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനിഷ്കുർലി നിർത്തിയോ, വലിവാലിദൈക്, അത് ശുക്രല്ലേ. പടപ്പിനോട് ശുക്ർ ഉണ്ടെങ്കിലേ പടച്ചവനോട് ശുക്ർ ഉണ്ടാവുള്ളൂ. പടപ്പിനോട് ശുക്ർ ഉണ്ടെങ്കിലേ പടച്ചവനോട് ശുക്ർ ഉണ്ടാവുള്ളൂ. ഈ ഒരു ശുക്രിന്റെ മനസ്സ് ആയത്തിൽ കുറിച്ചിന്റെ ആളുകൾക്ക് പടച്ചവൻ കൊടുക്കും. അള്ളാഹു നമുക്ക് തെറ്റ്. ഷാക്കിറിന് ഒരിക്കലും ഇബ്ലീസ് സൈഡിൽ കൂടെയൊക്കെ പോകണമെങ്കിലും പറ്റിച്ചിട്ട് അപകടത്തിലാക്കിയിട്ട് അവസാനം നശിപ്പിക്കൂല. ഒരു സംശയം വേണ്ട, ഷാക്കിർ കാഫിറാവൂല. അള്ളാഹു നമ്മളെ ഷാക്കിര്യങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ ഷാക്കിര്യങ്ങളിൽ പെടുത്തട്ടെ. ശുക്രിന്റെ മനസ്സ് കൊടുക്കും. ശുക്ർ നമുക്കൊക്കെ വേണം. ഞാൻ നല്ലൊരു ഷാക്കിറിനെ കണ്ടു. എന്നാലേ എന്റെ കൂടെ വാലിനുണ്ടായിരുന്ന കുട്ടികളോട് വെച്ചാൽ മതി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ. എവിടെ ഓനോ ഇറങ്ങാൻ ഷാബിൽ ഇവിടെ അല്ല. ഒരു വാണിനുകാരനോ ഉണ്ടായിരുന്നു, രണ്ടാളുണ്ടായിരുന്നല്ല. രണ്ടും പോയോ? ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. ഇതെവിടെയും കയറി ഉറങ്ങിയോ? ആ കുട്ടികളില്ലാത്ത നോട്ട് ചെയ്യണ്ടേ? അതിന് രണ്ട് മൂല്യന്മാരോട് ഇട്ടിരുന്നു. എവിടെ ഉറങ്ങ വയ്യാതെ എടുക്കാം. ആവശ്യം എന്നാ പറയാം. അല്ലെങ്കിൽ ഉണ്ടാകണ പുള്ളിയാണ്, വയ്യാതെ എടുക്കണം. വാണിനൊരുക്കാണ്ടല്ലോ പോലെ രണ്ടാളും നല്ല എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ തിരിപ്പിടിക്കാണ് സെറ്റിന്റെ പരിപാടിയില്ലേ, അല്ല നമ്മളെ പ്രസംഗേ വേറെ ഒന്നുമല്ല. അവര് കേൾക്കണ്ട്, അവർക്കറിയാം. ഇന്നലെ ഉച്ചക്ക് ഒരു വേദനപ്പോ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവിടെ 300 മുത്താലിമീങ്ങൾ പഠിക്കുന്ന സ്ഥലമാണ്. ഓൽക്ക് ക്യാൻറ്റീൻക്ക് പൈസ തിരിച്ചു കൊടുക്കും. അതൊക്കെ പിരിച്ചു കൊടുത്തിട്ടാ അൽഹംദുലില്ലാ. അപ്പൊ അതിന്റെ ഇടയില് 25,000, 10,000, 30,000 ഇങ്ങനെ ഓരോരുത്തർ തരുന്നുണ്ട്. വലിയ വലിയ മലയാളിമാരൊക്കെ 25,000, 30,000 തരുന്നുണ്ട്. പക്ഷെ പക്ക ഒരു മാലിന്യം 1 ലക്ഷം റുപ്യ. ഒരു മാലിന്യം 1 ലക്ഷം റുപ്യ. എന്റെ ചവിട്ടിൽ എന്നോട് ആദ്യം പറഞ്ഞ ഉസ്താദ് മൈക്കൊന്നും ബുദ്ധിമുട്ടില്ലെന്ന് ഒഴിവാക്കുമെന്ന് ചോദിക്കും. ചവിട്ടിൽ പറഞ്ഞേ, ഞാൻ എന്റെ ഉസ്താദ് ഒരു ചെറിയ പ്രയാസത്തിലാണ്, അത് നീങ്ങാൻ വേണ്ടിയിട്ട് തന്നാണെന്ന്. അതിനാണ് ശുക്ർ എന്ന് പറയുന്നത്. അയാളെ എനിക്കറിയില്ല, ഉസ്താദിനെ എനിക്കറിയാം. ഇയാളെ ഉസ്താദിനെ എനിക്കറിയാം.
യാ അല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉസ്താദിന് എനിക്കറിയാലോ, എന്താ അല്ല അത് വലിയൊരു പ്രയാസമുണ്ട് ഇപ്പോ, അത് നീങ്ങാൻ വേണ്ടി ഞാൻ നേർച്ചാക്കിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച അവിടെ നിങ്ങളെ ഉസ്താദ് വിളിച്ചിട്ട് ഒരു വാദനമുണ്ട്, ഞാൻ അത് പറയട്ടെ. സാറിനോട് പറയണ്ട, അത് പറയണ്ട, ഇതിന്റെ ഒരു ശുക്രാണ്. നമ്മൾ അലിഫും ഭാവം പഠിപ്പിച്ചു കൊടുക്കണില്ല, ഓലയിരുന്ന് കിട്ടിയല്ലേ. അപ്പൊ ഇതിന്റെ ഒരു ശുക്രുകൊണ്ട് ഞാൻ ചെയ്താണ് ഉസ്താദ് പറയുന്നത്. ഞാൻ 10 സലാത്തല്ലിട്ടാണ് അതിനു വേണ്ടി വരുന്നത്. വരുമ്പോ അയാളെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാ ദ്വായിലും ഇന്നെ ഉൾപ്പെടുത്തണം, കാരണം നിങ്ങളെ ദ്വാക്ക് ജാപത്തുണ്ടാവും, നിങ്ങൾ ഷാക്കിറാണ്. ശുക്ർ എന്നുള്ളൊരു സംഗതി ഉണ്ട്, അതെടുത്തു പോയാൽ കൈ പൊന്തിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ശുക്ർ അതിനർത്ഥം 1 ലക്ഷം കൊടുക്കുക അങ്ങനെയല്ല. ഈ ശുക്ർ എന്നുള്ളൊരു സംഗതി അത് പോയാൽ അപകടം പണി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആത്യന്തികമായ ഖാലിഖായ റബ്ബിനോട് ശുക്ർ, മനുഷ്യനായി സൃഷ്ടിച്ചതിന്, അതിലേറെ ഹിദായത്ത് തന്നതിന്. ഹിദായത്ത് റബ്ബ് തന്നത് നമ്മൾ ആരോഗ്യം കൊണ്ടോ നമ്മൾ വലിയ കുടുംബത്ത് പറഞ്ഞുകൊണ്ടൊന്നല്ല, റബ്ബിന്റെ ഔദാര്യം കൊണ്ട് അങ്ങോട്ട് തന്ന. ബുദ്ധിയുള്ളവർക്കൊക്കെ ഹിദായത്ത് ഇട്ടാണ് ലോകത്തെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും മുസ്ലിമീങ്ങളാണ്ടേ. നമ്മളെ അള്ളാഹ് അതിലേക്കാണ് തെരഞ്ഞെടുത്തല്ലേ, ഇതിനൊരു ശുക്ർ വേണ്ടേ? ആയത്തിൽ കുറിച്ച് പതിവാക്കിയാൽ ഷാക്കിറിന്റെ ഖൽബുണ്ടാവും. നബിയുനാ റസൂലുള്ളാഹി പോരാ, വലിസാനൽ ദാക്കിറിന് ലിസാന് നാവുണ്ടാവുന്നതാണ്. നാവുണ്ടായിട്ട് കാര്യമില്ല, ദിക്ർ മനപ്പാടം ഉണ്ടായിട്ടും കാര്യമില്ല. ഇതുകൊണ്ട് ചൊല്ലാനുള്ള തൗഫീഖ് ഉണ്ടാകണം. നാവിൽ ഈ ചൊല്ലാത്തവരൊക്കെ നാവില്ലാത്തവരാ നിങ്ങൾ എത്തി. നാവുള്ളതുകൊണ്ട് ദിക്റെല്ലാം പറ്റില്ല, അതിനൊരു തൗഫീഖാണ്. അത് ആയത്തിൽ കുറിച്ച് മുറുകെ പിടിച്ചവൻ അള്ളാഹു തആല നാവ് കൊണ്ട് ദിക്ർ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് കൊടുക്കും. അതതിന്റെ കണക്കാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇനി കേട്ടോളൂ, വസവാബൻ നബിയ്യി, അമ്പിയാക്കൾക്ക് കൊടുക്കണ മാതിരത്തിലുള്ള പ്രതിഫലം പരലോകത്ത് അള്ളാഹു തആല ഓനും കൊടുക്കും. വഅമാല സിദ്ദീഖി, സിദ്ദീഖിന്റെ പവറിലുള്ള അമലുകൾക്കുള്ള തൗഫീഖ് കൊടുക്കും നബിയുനാ റസൂലുള്ളാഹി. ഇതാർക്കുള്ള പ്രത്യേകം എന്നറിയോ? ആയത്തിൽ കുർസിയെ എപ്പോഴെങ്കിലും തൊട്ടുപോവല്ല, ജീവിതത്തിന്റെ ഭാഗമാക്കുക ആയത്തിൽ കുർസി. കാരണം അത് തൗഹീദിന്റെ പൂന്തോപ്പാണ് ആയത്തിൽ കുർസി എന്ന് പറഞ്ഞത്. അതിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇന്നലെ പറഞ്ഞ ഹദീസുകളും ഇന്ന് അതിന്റെ ഫളായിൽ ഉണർത്താൻ വേണ്ടി പറഞ്ഞ ഹദീസുകളൊന്നും മറക്കരുത്. അത് മറക്കാതിരുന്നാലേ ഇത് നിത്യാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മറക്കരുതെന്ന് പറഞ്ഞത്. നമ്മളതിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോകണുള്ളൂ ഇൻഷാ അല്ലാഹ്. ഈ തൗഹീദ് മാത്രമേ ആയത്തിൽ കുർസിയിലുള്ളൂ, അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ ആയത്തിൽ കുർസിയിലുള്ളൂ. അങ്ങനത്തെ ആയത്തുകൾക്കും അധ്യായങ്ങൾക്കും പ്രത്യേക പവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ ഒരു ആയത്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എന്താണ് പറയുന്നത്? യാ അല്ലാഹ്, അല്ലാഹ് നിങ്ങളുടെ വിളിക്കുമ്പോൾ തന്നെ കൽവണ്ട് പടയില്ലേ. കാരണം ഇസ്മിന് അങ്ങനെ പ്രത്യേകം ഉണ്ടല്ലോ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ മഹദിമ വന്ന എന്താ ആയുധം എന്നറിയോ? ഇതാണ് ആയുധം. അല്ല മിസൈലൊന്നുമില്ല. മഹദിമാമിനൊരു മിസൈലിന്റെ ആവശ്യമില്ല. മഹദിമാമിനൊരു മിസൈലിന്റെ സ്കെഡിന്റെ രാസായുധത്തിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. നിങ്ങൾ അന്നുണ്ടെങ്കിൽ നോക്കിക്കോളി, എന്നോട് നിങ്ങൾ പറയും, നിങ്ങളാ പറഞ്ഞാൽ ഇപ്പൊ നടക്കണേ. മഹദിമാമിന്റെ ആയുധം അല്ലാഹ്. വലിയ ആകാശമുട്ടെ ഉയർത്തി നിൽക്കുന്ന വലിയ കരിബാറ കെട്ടുകളെ പോലെയുള്ള കൂറ്റൻ ബിൽഡിങ്ങുകളുടെ മുമ്പിൽ പോയിട്ട് മോദിമാം അല്ലാഹ് എന്നാണ് പറഞ്ഞ അത് പൊളിഞ്ഞാണ്ട് പൊളിഞ്ഞങ്ങണ്ട് ഒരു മിസൈൽ ആവശ്യം. ഇനി മിസൈൽ അതിന്റെ അവിടെ അയച്ചിട്ടോട്ട് കാര്യമില്ല, അതിന് നിർവീര്യാക്കണ മന്ത്രം അവരെടുത്തുണ്ട്. നീ കാണാൻ പോകുന്ന ലോകങ്ങൾ അതൊക്കെ ആയിരിക്കും, പക്ഷെ എന്നു പറയാൻ പറ്റില്ല. അന്നൊന്ന് കാണാനുള്ള തോഫീക്ക് അല്ല ധരിച്ച അത് നിങ്ങൾ അങ്ങോട്ട് കരുതുന്നു 2060 അങ്ങോട്ട് നിൽക്കണ്ടേ. ഞാനിപ്പോ എന്റെ അനുമാനങ്ങളിൽ ഡേറ്റ് പറഞ്ഞാൽ പിന്നെ എനിക്ക് വണ്ടി യാത്ര ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലതൊക്കെ പറയാനൊക്കെ പൂതി നമുക്കുണ്ട്, പക്ഷെ പിന്നെ ഒരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് വളരെ കരുത്തോടു കൂടി ഇയാദി മന്ത്രങ്ങൾ
അവസാന കാലത്ത് സ്വീകരിക്കേണ്ട മന്ത്രങ്ങൾ ഹബീബാ നബി പറഞ്ഞില്ല. സൂറത്തുൽ ഗൾഫിന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ മനപ്പാടായിക്കോളിന്ന് അന്ന് പറഞ്ഞു. കാരണം അത് മനപ്പാടാക്കിയ അവസാന കാലത്ത് പ്രത്യേകിച്ച് ഉപകരിക്കും. അവസാന കാലം ഏതാ? ദജ്ജാലിന്റെ കാലം. കാരണം സൂറത്തുൽ ഗൾഫിന്റെ ആദ്യത്തെ 10 ആയത്ത് മനപ്പാടാക്കി അതിന്റെ ആളെ ദജ്ജാല് തൊടൂല. ഉസിമ, അവൻ സുരക്ഷിതനാണ്. ഫിത്നത്ത ദജ്ജാൽ, ദജ്ജാലില്ലെന്നവൻ സുരക്ഷിതനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാം പറഞ്ഞു നിന്നിട്ടാ പോയത്. ഒന്നും പറഞ്ഞ് ഇന്നത്തെ ഈ കളികളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിഷയപ്പല്ല. എനിക്ക് അങ്ങനത്തെ ഒരു വിഷയം കിട്ടിയാൽ ഞാൻ വിശാലായിട്ട് പറഞ്ഞു. ഇന്നത്തെ ഇസ്രായേലിന്റെ ജൂത പരീക്ഷകളുടെ ഇന്നത്തെ റോമിന്റെ, അന്ന് റോം എന്ന് പറഞ്ഞ ഇന്നത്തെ അമേരിക്ക അടക്കമുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, റോം നിങ്ങളെ ചതിക്കുന്നു. അല്ല, ഇങ്ങനെ പറഞ്ഞു, അറബികളെ മുഴുവനും ചതിക്കും. അപ്പൊ കേട്ട ആള് വെച്ചു, ഈ ചതി റോമിന്റെ ഭാഗത്തു നിന്നാണോ എന്ന് വെച്ചപ്പോ ആന്ന് പറഞ്ഞു. ആ റോമ് പെട്ടാണ് അമേരിക്ക. കടും വഞ്ചനകളാണ് ഇനി ദീനി രാഷ്ട്രങ്ങൾക്ക്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് വരാൻ പോകുന്നത്. കടും വഞ്ചനകൾ, ഒരു സംശയം വേണ്ട. ആ കടും വഞ്ചനകളുടെ അധ്യായങ്ങൾ തുറന്നാൽ നമ്മുടെ പ്രവാസികൾക്കൊക്കെ സ്വസ്ഥത നഷ്ടപ്പെടും. നമ്മുടെ നാട്ടിൽ വരെ അതിന്റെ അലയൊലുണ്ടാവും. അങ്ങനെയുള്ള കാലങ്ങൾ എപ്പോഴാണ് വരിക? അത് ഇതന്നെ അതിന്റെ തുടക്കമായോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ഹദീസിലെ വാക്കുകളുടെ യാഥാർത്ഥ്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതുകൊണ്ട് കയ്യിൽ ആയുധങ്ങൾ പിടിക്കേണ്ട സമയമാണ്. ഏതായുധം മിസൈലല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആരെങ്കിലും മൻകറായത്തുൽ കുർസിദ അഖദമൽ ജഅഹ്, അവൻ ഉറങ്ങുന്ന അവനും കിടക്കാൻ പോകുന്ന കിടപ്പറയിൽ, അത് കാറാണെങ്കിലും അത് റൂമാണെങ്കിലും അത് ബെഡാണെങ്കിലും അത് സോഫയാണെങ്കിലും കടന്റെ തിണ്ണയാണെങ്കിലോ, അത് വീടെന്ന് ദാറ് എന്ന് ബൈത്ത് പറഞ്ഞില്ല, മൽജഇ എന്നാണ് പറഞ്ഞത്. അവൻ ആയത്തുൽ കുർസി അവന്റെ ജീവിതത്തിന്റെ ശീലമാക്കി, ചീളാക്കി, അവന്റെ ജീവിതത്തിന്റെ സുരക്ഷിത വലയമാക്കിയാൽ അമിന അലാ നഫ്സിഹി വഅലാ ജാരിഹി വഅലാ ജാരി ജാരിഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്, ഇവനും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, അവന്റെ അയൽവാസികൾക്ക് ഉറങ്ങാൻ പറ്റും, അപ്പുറത്തുള്ള ആളുകൾക്ക് ഉറങ്ങാൻ പറ്റും. നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ ആയത്തുൽ കുർസി നമ്മൾ ഇൻഷാ അല്ലാഹ് മുറുകെ പിടിക്കണം. അതിന്റെ സാരാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മുതൽ കടക്കണം. എന്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല ആയത്തുൽ കുർസിന്റെ ആളുകളാക്കി മാറ്റട്ടെ. എൻ്റെ ഒരു സുഹൃത്ത് സൈനുദ്ദീൻ ഫൈലി, അദ്ദേഹം പെരിന്തൽമണ്ണയിൽ ഇമാമായിരുന്നു, ഇവിടെ പുതിയങ്ങാടി ഇമാമായിരുന്നു. കഴിഞ്ഞ റബീഉൽ അദ്ദേഹം വിളിച്ചൊരു പരിപാടിക്ക് ഞാൻ പോയിട്ട് പ്രസംഗിച്ച ഓർമ്മ എനിക്കുണ്ട്. ഇന്നലെ അദ്ദേഹം മരിച്ചു. ചെറുപ്പക്കാരനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട മാമുട്ടിയാക്കാന്റെ ഉമ്മ മരിച്ച ഈസാണ് അല്ലേ? നിങ്ങളെ ഉമ്മ മരിച്ച ഈസന്നല്ലേ? 11-ന്. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉമ്മാക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ, ഖബർ വിശാലായി കൊടുക്കട്ടെ. അവരിൽ നിന്നും നമ്മളിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു തആല കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ വിശാലമായി കൊടുക്കട്ടെ. വല്ല അദാബുകളും, നമ്മുടെയൊക്കെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്, അവർക്ക് അല്ലാഹു തആല അവന്റെ അധികാരം കൊണ്ട് വല്ല അദാബും അവരുടെ ജീവിതത്തിന്റെ ദൂഷ്യഭാഗങ്ങളെ കൊണ്ട് നേരിടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അതൊക്കെ ഒഴിവാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു രാവിലെ തന്നെ വരുന്ന ഈ ഓരോ അടിക്കും ഓരോ കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ ഇരുത്തം അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ഇരുത്തമായി സ്വീകരിക്കട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ശുക്റുള്ള കൽബും ദിക്റുള്ള നാവും നൽകണേ അല്ലാ. ശുക്റുള്ള കൽബും ദിക്റുള്ള നാവും നൽകണേ അല്ലാ. ശുക്റുള്ള കൽബും ദിക്റുള്ള നാവും നൽകണേ അല്ലാ. ആയത്തുൽ കുർസിന്റെ ആളുകളാക്കണേ അല്ലാ. ഹബീബിന്റെ ആളുകളാക്കണേ അല്ലാ. ഇത്തിബായിന്റെ ആളുകളാക്കണേ അല്ലാ. മഹബത്തിന്റെ ആളുകളാക്കണേ അല്ലാ. ഇഹ്സാനിന്റെ ആളുകളാക്കണേ അല്ലാ. മാരിഫത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ഗൾഫുകാരിൽ പലരും പരിഭ്രമത്തിലാണ്. അള്ളാഹുവെ, ഭക്ഷണം പോലും കഴിക്കാൻ പേടിയായിട്ടൊരു ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടി ഉണരുകയാണ്. അവരെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ജൂതപരിശകളുടെ ഗൂഢതന്ത്രത്തിന്റെ തിരിച്ചറിവ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്ക് നീ കൊടുക്കണേ അല്ലാ.
എന്താണ് അവരുടെ ലക്ഷ്യമെന്ന ഗൂഢതന്ത്രത്തിനുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ഹൃദയത്തിൽ നീ കത്തിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ സമാധാനത്തോടുകൂടി ഇപ്പൊ പുറപ്പെട്ട ഈ ബീഭത്സകമായ അന്തരീക്ഷത്തെ നീ തണുപ്പിക്കണേ അല്ലാ. അള്ളാഹു ഇതൊരു കൊടും യുദ്ധത്തിലേക്കാക്കി മാറ്റല്ലേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ നാടിനെയും മറ്റു നാടുകളെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ചെറിയ ഓമനക്കുട്ടികൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹു ഇത് കച്ചവടങ്ങളിലേക്കോ വരുമാനങ്ങളിലേക്കോ വാദിക്കുന്ന ഒരു യുദ്ധമാക്കി മാറ്റല്ലേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين.